പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനി ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ ഏഞ്ചലറിയെ തോൽപ്പിച്ചിട്ട് അനിക്ക് കിട്ടിയ ഒരു ആദ്യത്തെ വിജയം തന്നെയാണല്ലോ ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറി മുൻപന്തിയിൽ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ നന്ദുവിന് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി വരികയായിരുന്നു അനി. അങ്ങനെ അനി വരുന്ന സമയത്താണ് യാദൃശികമായിട്ട് നവീനെ കാണുകയും നവീനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒളിഞ്ഞ് ലിഫ്റ്റിൽ കയറുകയും ചെയ്യുന്നത്. അങ്ങനെ ലിഫ്റ്റിൽ കയറിയതിന് ശേഷം അനി ആ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങുകയാണ്. പക്ഷേ ഇതേ സമയം നമ്മുടെ നവീനാണെങ്കിൽ നന്ദുവിനെ യാദൃശികമായി കണ്ടുമുട്ടുകയും എന്താ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ അനി വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ എനിക്ക് ട്രീറ്റ് തരാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു, ഞാൻ അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവീൻ പറയുന്നുണ്ട്, അത് ശരി, ഒരു പെൺകുട്ടിയോട് ഈ സമയത്ത് ഇവിടെ വരാൻ പറഞ്ഞിട്ട് കൃത്യസമയത്ത് എത്താതെ അവൻ എന്തെടുക്കുകയാണ്, ഒന്നിനും ഒരു ഉത്തരവാദിത്തമില്ല, എന്ത് സ്വഭാവമാണ് അവൻ്റേത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അനിയെ കുറ്റപ്പെടുത്തിയതിൽ നന്ദുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നന്ദു നവീനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ നവീനേട്ടന് അവനോടൊരു ദേഷ്യമുള്ളതുപോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു ദേഷ്യവുമില്ല, അല്ല നീ ഒരു പോലീസ് ഓഫീസറാണ്, കാര്യം ശരി തന്നെ, പക്ഷേ ഒരു പെൺകുട്ടി കൂടിയാണല്ലോ, അതുകൊണ്ട് രാത്രി ഇങ്ങനെയൊക്കെ ഒരു ട്രീറ്റ് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ് തരുന്ന ആൾ നേരത്തെ ഇങ്ങോട്ട് എത്തുകയാണല്ലോ വേണ്ടത്, അല്ലാതെ അവന് വേണ്ടിയിട്ട് നീയല്ലല്ലോ വെയിറ്റ് ചെയ്യേണ്ടത്, നന്ദുവല്ലല്ലോ വെയിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന് വന്നോളും, അവന് വരുമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവീൻ പറയുന്നുണ്ട്, എന്തായാലും അവൻ എന്നെ വിളിച്ചില്ല, ഏതായാലും ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ ഇവിടെ ഇരിക്കാം, അവനേതായാലും വരട്ടെ, എന്നിട്ട് ഞാനും പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ നേരം അവർ കാത്തു നിന്നിട്ടും അനി വരുന്നുണ്ടായിരുന്നില്ല. കാരണം അനി ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതേ നന്ദുവും അറിയുന്നുണ്ടായിരുന്നില്ല. അനിയാണെങ്കിൽ ഫോൺ വിളിക്കാൻ നോക്കിയിട്ട് അതിനും സാധിക്കുന്നില്ല, റേഞ്ച് ഇല്ലാത്ത അവസ്ഥയിലാണ്. നന്ദു തിരിച്ചു വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും അനിയെ കാണാതിരുന്നപ്പോൾ നവീന് നന്ദുവിനെ ഒന്ന് ചൊറിയുകയാണ്. എന്നിട്ട് ഇവൻ ഇങ്ങനെ ഒരു സ്ഥിരകാലബോധം ഇല്ലാതായല്ലോ, നിനക്കൊരു വാക്ക് തന്നിട്ട് അവന് വേറെ ആരായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ടാകും, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഒന്നിച്ചിരിക്കുന്നുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അത് നന്ദുവിനെ വളരെയധികം നിരാശയാക്കുകയാണ്. അങ്ങനെ ആ സമയം നവീൻ പറയുന്നുണ്ട്, ഏതായാലും നീ നിരാശപ്പെട്ട് തിരിച്ചു പോകണ്ട, എൻ്റെ വകയായിക്കോട്ടെ ഇന്ന് ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നവീനും നന്ദുവും തമ്മിൽ ഫുഡ് വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് അനി ലിഫ്റ്റിൽ നിന്ന് മുട്ടിയിട്ട് ആളെ വിളിച്ചു കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും കേട്ടിരുന്നില്ല. അങ്ങനെ പിന്നീട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നവീൻ നന്ദുവിനോട് പറയുന്നുണ്ട്, നീ എന്തായാലും ഇനി അവനെ വെയിറ്റ് ചെയ്യേണ്ട, കാരണം ഇത്രയും നേരമായല്ലോ, അവൻ ഇനി വരലുണ്ടാവില്ല, ഏതായാലും ഇന്ന് നമുക്ക് കൂടാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നിരാശപ്പെട്ട് സങ്കടത്തോടു കൂടി നന്ദു അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്താണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്നിട്ട് ലിഫ്റ്റ് തുറക്കുന്നതും. അങ്ങനെ അനിക്ക് ആകെ ചൂടാവുകയാണ്. എന്നിട്ട് അവരോട് കയർത്ത് സംസാരിക്കുകയും, എന്ത് ലിഫ്റ്റാണ്, ഇത്രയും വലിയ ഹോട്ടലായിട്ട് ഇതെന്താ സേഫായിട്ട് ഒരിതും ഇല്ലേ, വേറെ ആരെങ്കിലും ഒരു അത്യാവശ്യ നിലയിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് പുറത്തിറങ്ങിയ ശേഷം നന്ദുവിനെ നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹോട്ടൽ ഉടമയോട് നന്ദു വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വന്നിരുന്നു, പക്ഷേ അവർ വേറൊരു സാറുമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങിപ്പോയി, ഒരു വക്കീലുമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് കാര്യം പിടികിട്ടിയത് നവീനാണ് എന്നുള്ളത്. അങ്ങനെ പിന്നെ നന്ദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. നന്ദുവിനെ വിളിച്ചിട്ട് ഫോണ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നവീനെ വിളിച്ച് നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നവീന് തിരിച്ച് അനിയോട് നല്ലോണം ചൂടാവുകയാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, നീ ഏതായാലും വരാതിരുന്നത് നന്നായി, ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയത് നന്നായി, എനിക്കേതായാലും ഒരു അവസരം കിട്ടിയതാണ്, നീ മെല്ലെ അവളുടെ മനസ്സിലോട്ട് കൂടുതൽ കയറി പറ്റി, നിൻ്റെ മനസ്സിലുള്ളത് തുറന്ന് പറയാനല്ലേ അവസരം ഉണ്ടാക്കിയത്, അതേതായാലും ഇതോടെ ഇല്ലാതായി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നവീൻ.